ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലെ ഫോറം മാളിലാണ് കേട്ടോ. ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണിത്. വർത്തൂറിലാണ് ഈ മാളിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മണിപ്പാൽ ഹോസ്പിറ്റൽസും ഉണ്ട്. ഇവിടെ ക്രിസ്മസിൻ്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ജനുവരി 26 ഒക്കെ ആകുമ്പോഴേ മാറ്റുള്ളായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ റിപ്പബ്ലിക് ഡേ വരുമല്ലോ. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിച്ചതിൻ്റെ ബാക്കി ഇപ്പോഴും ഉണ്ട്. എല്ലാം അതുപോലെ ഇരിക്കുന്നു. ലൈറ്റിങ്ങും പിന്നെ കുട്ടികൾക്കുള്ള എൻജോയ്മെൻറ്റുള്ള എല്ലാ പരിപാടികളും ഇവിടെയുണ്ട്. കണ്ടില്ലേ? അതുപോലെ വലിയവർക്ക് എന്ന് പറയാനിപ്പോൾ അതിന് തന്നെയല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈം പാസ് ചെയ്യാനും കൂടെ നമുക്ക് ഷോപ്പിംഗ് നടത്തണമെങ്കിൽ നടത്താം. എല്ലാത്തരം ബ്രാൻഡ്സും ഇവിടെ അവൈലബിളാണ്. പിള്ളേർക്കുള്ളത് കണ്ടില്ലേ, ചെറിയ ട്രെയിൻസൊക്കെ, ടോയ് ട്രെയിൻസ് പോകുന്നത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു പുറത്ത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് മാളിൽ ഒന്ന് കറങ്ങി വരുന്നത് കൊണ്ട് വാക്കിങ്ങും ആവും, അതോടൊപ്പം ടൈം പാസ്സും ആവും. അപ്പോൾ ഇവിടെ 360 തിയേറ്ററാണ്. നമ്മൾ കയറിയില്ല കേട്ടോ. നമ്മൾ ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടിട്ട് പോന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ. പിന്നെ ഒരു ഷൂ മേടിക്കണമായിരുന്നു, റണ്ണിങ് ഷൂ. അത് വാങ്ങാനാണ് മെയിനായിട്ട് നമ്മളിങ്ങോട്ട് വന്നത്. വാങ്ങി മാക്സിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാക്സാണ്. മാക്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട്. നല്ല ഇവിടുത്തെ തുണികളെ പറ്റി നമുക്ക് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല തുണികളാണ്. ഒരുപാട് വർഷം കളർ മങ്ങാതെയും അതേപോലെ ഇരിക്കുന്ന തുണിത്തരങ്ങൾ അല്ലേ. അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന ബാക്കിയിപ്പോൾ ഒരു സെറ്റ് കമ്മലിനൊക്കെ 300 രൂപയുടെയൊക്കെ 100 രൂപയ്ക്കാണ് അവിടെ കിട്ടണത് കേട്ടോ. നമ്മൾ ഒന്ന് ലിഫ്റ്റിൽ കയറി ഇപ്പം താഴേക്ക് വരിക, തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചു. തണുപ്പല്ലേ, ഭയങ്കര തണുപ്പ്. പക്ഷെ മാളിൻ്റെ ഉള്ളിൽ അവർ ചൂട് ക്രമീകരിച്ചിട്ട് നല്ലൊരു ക്ലൈമറ്റ് പോലെ തോന്നുക കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ശരിയായ തണുപ്പ് പിന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഓക്കെ, ഒന്ന് നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലിഫ്റ്റിൽ കയറിയത്. അല്ലെങ്കിൽ നമ്മൾ എസ്കലേറ്റർ വഴിയാണ് വരാറ്. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ രാത്രിത്തെ വ്യൂ. നമ്മൾ വൈകുന്നേരമാണ് അവിടെ ഒന്ന് പോയത്. കൊള്ളാം. അടുത്തുള്ളവരൊക്കെ ഇവിടെ വരാറുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ മാൾ കാണാത്തവർക്ക് വേണ്ടി നമ്മളിത് സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. കമൻസ് എന്താണെന്ന് വെച്ചാലും നിങ്ങൾക്ക് തരാവുന്നതേ ഉള്ളൂ. റിപ്ലൈ തീർച്ചയായും തന്നിരിക്കും. അത് എല്ലാ മാളിലുള്ള പോലെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. വലിയൊരു ഫുഡ് കോർട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഐസ്ക്രീമല്ല, ഒരു വെറൈറ്റി എന്താണെന്ന് മറന്നു പോയിട്ടാ. പിന്നെ ദോശയും കഴിച്ചു. ഓക്കെ, ഇനി തിരിച്ചു പോകാമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു കമൻറ്റ് തരിക, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു സ്ഥലവുമായിട്ട് അടുത്ത നമ്മളെ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ബെല്ലൈക്കണോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യാം. ഓക്കെ, ബൈ.